ഈ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാനും എ സിയും ഒക്കെയാണ് നമ്മുടെ ആശ്വാസം. അതിന് കറണ്ട് വേണം. ആ കറണ്ട് ഉണ്ടാക്കുന്നിടത്താണ് ഇപ്പോൾ ഒരു പ്രശ്നം. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് കുറയുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ 9 അടിയുടെ കുറവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ജൂൺ വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് എന്ന് KSEB വിശദീകരിക്കുന്നുണ്ട്. അതിൽ അല്പം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കാം. ജെയിനസ് രാജുവിൻ്റെ റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് ഇടുക്കി ഡാമിൽ 2338 അടി വെള്ളമാണുള്ളത്. ഇത് മുൻവർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 9 അടി വെള്ളം കുറവാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഭാഗികമായിട്ടുള്ള ഉൽപ്പാദനമാണ് നടക്കുന്നത്. അതായത് രാത്രി സമയത്ത് ഏതാണ്ട് ഉൽപ്പാദനം കൂടുതലാണ്. പകൽ സമയങ്ങളിൽ ഏറ്റവും കുറച്ച് ഉൽപ്പാദനം നടത്തിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നിലയിൽ പോവുകയാണെങ്കിൽ ജൂൺ വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഡാമിലുണ്ട് എന്നാണ് KSEB പറയുന്നത്. എന്തായാലും ജൂണിൽ നമുക്കറിയാം കാലവർഷം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ കാലവർഷ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ദുർബലമായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂണിൽ മഴയെത്താൻ വൈകിയാൽ അത് വലിയ രീതിയിൽ സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ്. ജലവൈദ്യുത പദ്ധതികളിൽ നിന്നായി സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏതാണ്ട് 25 മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ്. ഇതിൽ ഏതാണ്ട് 11 മില്യൺ യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടുക്കി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ കനത്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. 24 വരെ മഴ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ രീതിയിലുള്ള മഴ മാത്രമാണ് ലഭിച്ചത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സംഭരിക്കപ്പെട്ട വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം വളരെ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ. എന്തായാലും ജൂണിൽ മഴ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജൂണിൽ കാലവർഷം എത്തിയാൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ല. പക്ഷേ ജൂണിൽ കാലവർഷം എത്താൻ വൈകിയാൽ അത് തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പുറമേ നിന്ന് കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരും.